എല്ലാവർക്കും അവർ ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പിള്ളയാർപ്പെട്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പഴനിയും പോകുന്നുണ്ട്. പിള്ളയാർപ്പെട്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങളൊരു 7 മണി, ഒരു 6:30 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പോണത് പിള്ളയാർപ്പെട്ടി എന്ന അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 350 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ പൊള്ളാച്ചി, എന്താ പറയുക, പഴനി, പിന്നെ അതിൻ്റെ ഡിണ്ടിഗൽ, അങ്ങനെ വേണം. ആ ഒരു റൂട്ടാണ് കേട്ടോ പോകേണ്ടത്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ്. തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ നമ്മുടെ പിള്ളയാർപ്പെട്ടി ഗണപതി. ഞങ്ങൾ ഏകദേശം ഒരു 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് മിക്കവാറും എല്ലാ കൊല്ലവും എന്ന രീതിയിൽ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ പഴനിയും കുറേ കാലമായിട്ട് പോയിട്ട് എല്ലാ പ്രാവശ്യവും വിചാരിക്കും. അപ്പം ഓരോരോ തടസ്സങ്ങളായിട്ട് ഇപ്പം എനിക്കൊന്ന് 2 കൊല്ലമൊക്കെ ആയി പഴനിയിലും പോയിട്ട്. അപ്പം പിന്നെ മോള് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂട്ടി എങ്കിൽ അവിടേക്കൊന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കുതിരാൻ തുരങ്കമൊക്കെ കഴിഞ്ഞ് വടക്കഞ്ചേരിയിലെത്തിയിട്ട് നമ്മൾ തിരിഞ്ഞ് നമ്മൾ നെന്മാറ കൊല്ലങ്കോട് വഴിയാണ് കേട്ടോ പോണത്. ഈ നെന്മാറ കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ ഭംഗിയുള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ. 2 വശവും പാടങ്ങളും പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് ചെറിയ ചെറിയ കാടുകളും, അങ്ങനെ കാടല്ല, പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ ആ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. നല്ലൊരു ചെറിയൊരു പച്ചപ്പും, കറിപ്പം നല്ല വേനലല്ലേ, അതുകൊണ്ട് തന്നെ കുറേ മരങ്ങളൊക്കെ ആയാലും അത്ര ഇലയൊക്കെ ഇങ്ങനെ കൊഴിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണങ്ങി, കുറേയൊക്കെ ഉണങ്ങി അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കൊല്ലങ്കോട് എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ 10 നല്ല ഗ്രാമങ്ങളിൽ ഒന്ന് കൊല്ലങ്കോടാണ് കേട്ടോ. അപ്പം കൊല്ലങ്കോടിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്താണ് വരേണ്ടത്. മഴക്കാലത്ത് ആ മലനിരകളുടെ ഭംഗിയും പിന്നെ വെള്ളച്ചാട്ടവും എല്ലാം കൂടെ, അവിടെ നിറച്ച് പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം അതേ ഉണ്ടോ, പാടങ്ങൾ നിറച്ചിങ്ങനെ പാടങ്ങളാണ്. അതൊക്കെ മഴക്കാലത്താണെങ്കിൽ കൃഷിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന പാടമൊക്കെ കാണാനായിട്ട് ഇപ്പം അതേ ഉണങ്ങി. ഇപ്പം കുറേ സ്ഥലത്തൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ സ്ഥലത്ത് നിലമൊക്കെ ശരിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത കൃഷി ഇറക്കാനായിട്ട്. കുറച്ച് സ്ഥലത്ത് അങ്ങനെ കിടക്കുകയാണ്, എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. മഴക്കാലത്താണ് ഭംഗി കാണാനായിട്ട്. അവിടെ ചെറിയ പുഴകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന വെള്ളച്ചാട്ടവും അതൊക്കെ മലനിരകളിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പൊള്ളാച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും നിറച്ച്, നമ്മുടെ കേരളത്തിനേക്കാളിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കൂടുതൽ തെങ്ങുകൾ തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ 2 സൈഡും തെങ്ങുകളാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും അവർ കരിക്കിന് വേണ്ടി വളർത്തുന്നതാണെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിലുള്ള കരിക്കൊക്കെ വരുന്നത് മിക്കവാറുമുള്ള തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അപ്പോൾ അതും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇരുവശങ്ങളും നിറച്ച് തെങ്ങായിട്ട് എനിക്കൊന്ന് നമ്മൾ പെട്ടെന്ന് കേരളത്തിലെത്തിയ പോലെ തോന്നും കേട്ടോ. അതുപോലെ തെങ്ങാണ് കേട്ടോ. തമിഴ്നാടിന് പൊള്ളാച്ചി ആ ഭാഗമാണ് കേട്ടോ. പക്ഷെ നോക്കൂ, തെങ്ങുകൾ നിറച്ച് തെങ്ങുകളാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിർത്തി കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അമൃതസുരഭി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. നല്ല ഫുഡാണ് കേട്ടോ, അവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. അപ്പം നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ചെറിയ ഒരു മിനി പാർക്ക് മാതിരി കുട്ടികൾക്കൊക്കെ ഇവിടെ അവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു മിനി പാർക്ക് മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കുട്ടികൾക്ക് ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. പിന്നെ തൊട്ടപ്പുറത്ത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, തലയിലിടുന്ന കുട്ടികളുടെയൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മാല, വള, അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ ആൾക്കാർക്കും ഉണ്ട് ഇങ്ങനെ വുഡൻ വള, സംഭവങ്ങളൊക്കെ ഉണ്ട്. 1 2 3 4 ബോർഡ്. ചൈനയത് ചൊറിയണത്
ഏതാ ഗൂഗിൾ പേ? അല്ലല്ല മറ്റേ ക്യാമറ. നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. എപ്പോഴും തിരക്കുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും പിന്നെ നല്ല ഫുഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡാണ് അവിടുത്തെ. ഇത് കണ്ടില്ല, നിറച്ച് കാറുകളെ കിടക്കണം. അതിൻ്റെ അപ്പുറത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇനി നമ്മൾ മടങ്ങുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഐസ്ക്രീം പാർലർ പോലെ ഒരു സംഭവമുണ്ട്. അവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. പിന്നെ അവിടെ സ്വീറ്റ് കിട്ടും കേട്ടോ. പല തരത്തിലുള്ള സ്വീറ്റ്, ബോളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഐസ്ക്രീം പാർലറും പിന്നെ എന്താ പറയുക ബേക്കറി പോലുള്ള ഒരു എന്താ ബർഗർ അങ്ങനെയുള്ള കടയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മടങ്ങുകയാണ്. അപ്പം നമ്മൾ അമൃതസുരഭിയിൽ നിന്ന് ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പിള്ളേർപ്പെട്ടിയിലേക്ക് പോവാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എത്ര 150 200 കിലോമീറ്റർ ഉണ്ടാവും. ഇനി നമുക്ക് ഏകദേശം ഒരു 300 കിലോമീറ്ററും കൂടെ സഞ്ചരിക്കണം പിള്ളേർപ്പെട്ടി ടെമ്പിളിലേക്ക്. ഇപ്പം അവിടെ പൊള്ളാച്ചിന്ന് വലിയൊരു ഹൈവേ വന്നിട്ടുണ്ട് കേട്ടോ. നേരെ നമുക്ക് ഡിണ്ടിഗലൊക്കെ പോകാനായിട്ട് നല്ലൊരു ഹൈവേ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇതിലേക്കൂടെ വന്നപ്പോൾ ഒരു കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നപ്പോൾ അതിങ്ങനെ പണീനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഏകദേശമൊക്കെ പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എത്ര പെട്ടെന്നാണെന്ന് അറിയോ തമിഴ്നാട്ടിലൊക്കെ റോഡുകളും മറ്റുമൊക്കെ പെട്ടെന്ന് പണി തീർക്കണത്. നമ്മുടെ കേരളത്തിലെ പോലെ അല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുമാതിരി റോഡിൻ്റെ ക്വാളിറ്റിയും തമിഴ്നാട്ടിലാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കർണാടകവും കേരളമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ റോഡുകളാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ഹൈവേ വന്നിട്ടുണ്ട് ഇപ്പം. നേരെ നമുക്ക് എന്താ പറയുക പഴനിയൊന്നും ടച്ച് ചെയ്യാണ്ട് നമുക്ക് നേരെ ഡിണ്ടിഗൽ അങ്ങനെ ആ റോഡിലേക്ക് പോയി വന്ന് മുട്ടുന്നൊരു ഹൈവേ ആണ് കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിറച്ച് കാറ്റാടി മരങ്ങൾ കാണാം കേട്ടോ. ഈ റോഡ് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നോക്കൂ, ഇപ്പൊ വീതി കൂട്ടി. ഇപ്പൊ ആദ്യം ഈ സൈഡ് വീതി കൂട്ടി സ്ട്രെയിറ്റ് ആനാക്കാം. ആ സോറി, കാറ്റാടി മരമല്ല കേട്ടോ, കാറ്റാടി യന്ത്രം. ശരിയാണ്. യെസ് യു ആർ റൈറ്റ് മാൻ. അമ്പലം ഞാൻ കണ്ടു പാറപ്പുറത്തെ അമ്പലം. എന്താ ഓർമ്മ ഈ റോഡ് കാണുമ്പോഴോ? അവള് പണ്ടേ മറ്റേ തിരുവനന്തപുരത്തുനിന്ന് പോയില്ലേ മറ്റേ ഒരു ഹൈവേ മറ്റേ തിരുവട്ടാറ് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോ ഗൂഗിൾ മാപ്പ് തെറ്റിച്ചിട്ടൊരു ഒരു വല്ലാത്തൊരു ഹൈവേ. ആ ഒരു വല്ലാത്തൊരു ഹൈവേ ഇതേപോലൊക്കെ ഇരിക്കും അല്ലേ. നമ്മള് മാത്രമല്ല, നമ്മള് വേറൊരു കാർ പണി നടക്കുക. ഇപ്പൊ തുറന്നു കൊടുത്തു തോന്നുന്നുണ്ട് കേട്ടോ. തിരുവട്ടാറ് അല്ലേ? ആ കന്യാകുമാരി. ഒരു ദിവസം നമുക്ക് അവിടെ പോയി വ്ളോഗൊക്കെ ചെയ്യണം. തിരുവനന്തപുരം തിരുവട്ടാറൊക്കെ നല്ല അമ്പലമായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ ഒരു പൊസിഷനിലല്ല എടുത്തത്. ഫോട്ടോസ് ഒക്കെ എടുത്തു. നമുക്കന്ന് ചാനലില്ലല്ലോ. എത്ര കാറ്റാടി മരങ്ങളല്ലേ ഇവിടെ. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ മനയക്കുളിരും കാറ്റുള്ളൊരു പെണ്ണും മതിലു നാടുന്നേ നേരം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിറച്ച് കാറ്റാടി യന്ത്രങ്ങൾ കാണാം കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ടായതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിറയെ ഇപ്പം പണ്ടത്തെക്കാളും നിറയെ വെച്ചിട്ടുണ്ട് ഇപ്പം. അതുപോലെ തന്നെ റോഡിൻ്റെ പണി കുറേയൊക്കെ ഹൈവേയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നല്ല വിജനമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ചുറ്റും. അതുകൊണ്ട് തന്നെ പകല് പോകാൻ നല്ല കാഴ്ചകളാണ്. അതുപോലെ ഈ കാറ്റാടി വിൻമില്ലും ഒക്കെ കാണാനായിട്ട്. പഴനി എത്ര 48 കിലോമീറ്റർ, ദിണ്ടിഗൽ 103 കിലോമീറ്റർ, തഞ്ചാവൂർ 259. ഇങ്ങനെ പോകാൻ പറ്റുമോ തഞ്ചാവൂര്? തഞ്ചാവൂർ ജില്ലക്കാരി കച്ചേരിക്ക് പാടാണ്ടി. കന്യാകുമാരി അപ്പുറം നാഗർകോവിൽ രാമേശ്വരം. തഞ്ചാവൂർ അവിടെ അല്ലേ?
ആണോ? തൃച്ചി വഴി. ഇതൊക്കെ ഒരു റൂട്ടല്ലേ നമ്മളിപ്പോ പോണ എല്ലാം ഒരു റൂട്ടാണ്. പക്ഷെ ഇത് എണ്ണം കൂടിയുണ്ട് കേട്ടോ. വൈദ്യുതി വേണം നല്ലോണം തമിഴ്നാട്ടിലെ ആൾക്കാർ കൂടിയില്ലേ. ഇപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലെറ്റർ പറയും മലയാളത്തില്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാ, എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആ ഒരു ലെറ്റർ വെച്ചിട്ട് മാത്രമേ ആൻസർ പറയാവൂ. ഇപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാം എന്താ പേര്, മായ, എവിടെയാ വീട്, എന്താണ് വേറെ മാ വെച്ചിട്ടുള്ള പ്ലേസ്, അങ്ങനെ. അപ്പൊ നമുക്കൊരു ഒരു ലെറ്റർ, അപ്പൊ ആ ലെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം അമ്മയുടെ അടുത്താണ്. അപ്പൊ അമ്മ പാ വെച്ചിട്ട് ഉത്തരം പറയണം, അച്ഛൻ ഞാ വെച്ചിട്ട് ഉത്തരം പറയണം. ഓക്കെ, അല്ല ഞാൻ ഒരേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ രണ്ടുപേരോടും ചോദിക്കും. കളിയുടെ പേര് അക്ഷരക്കളി. അതന്നെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ പേര്? പാർവതി. പേരെന്താ? നാരായണൻകുട്ടി. ഓക്കെ, ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഓ, അച്ഛൻ ഭയങ്കര ഹൈ. പനാജി. ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? നാരായണക്കിളി പാട്ട്. പാവച്ചിട്ടല്ലേ? ആ, പാവച്ചിട്ട്. പാടിക്കോടായിരുന്നു. അല്ലെങ്കിൽ വേറെ പാവച്ചിട്ട് പാടാനല്ല പറഞ്ഞേ, പാട്ട് പറയാനാ പറഞ്ഞേ. പാടട്ടെ, കുഴപ്പമില്ല. പിന്നെയും ആരോ കിനാവിന്റെ നീളനെത്തുന്ന പദനിസ്വനം, പിന്നെയും ആരോ ഇഷ്ടപ്പെട്ട വാഹനം എന്താ? പജേറോ. വാഹനം ഞാൻ വാഹന ചോദിച്ചേ. അപ്പോൾ കുറേ ദൂരം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ ഓരോ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടെ നല്ല കാഴ്ചകളാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കൂടുതൽ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. എന്ത് രസമല്ലേ ആകാശം കാണാനായിട്ട്. താഴെ അങ്ങനൊരു സിനിമയല്ലേ മോളു? ഓക്കെ, ഇത് കണ്ടോ, നീലാകാശം പച്ചക്കടൽ മീൻസ് ഇവിടെ പച്ച മരങ്ങളാണ് കേട്ടോ. പിന്നെ താഴെ ഭൂമി, ചുവന്ന ഭൂമി. ശരിയാണ് കേട്ടോ. ആകാശത്തിന്റെ കളർ കണ്ടോ, താഴെ കുറച്ച് ലൈറ്റ് വൈറ്റ് ആയിട്ട് പോകും, മുകളിലേക്ക് ഉണ്ട് നല്ല ബ്ലൂയിഷ് ആയിട്ട് വരുന്നത് കണ്ടോ, ഡാർക്ക് ആയിട്ട്. ഈ റോഡൊക്കെ ഇങ്ങനെ വലുതായ പഴനിയിലേക്ക് അല്ലേ ആണെന്ന് തോന്നണില്ല അല്ലേ? ആ, ഒരു വലിയ റോഡാണ്. ഡബിൾ വേ ആക്കിയല്ലോ ഇപ്പം. അതെ, പക്ഷെ അത് വലിയ റോഡാക്കി. ഇതിന്റെ പകുതി ഉണ്ട്, ഈ ഒരെണ്ണത്തിന്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ഇപ്പൊ അതെ 4 റോഡ്, അപ്പുറത്തെ സർവീസ് റോഡ്, എത്ര 6 വരിപ്പാതയാക്കി. അതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസമല്ലേ, വേറെ എവിടെയോ പോണ പോലെ തോന്നുക. ആ, തൃച്ചിന്നല്ലേ, ഡിണ്ടിഗലിന് തൃച്ചിയിലൊക്കെ പോണ പോലെ റോഡ്, അത്ര വലിയ റോഡാക്കിയിട്ടുണ്ട്. അപ്പുറത്തും ഉണ്ട് റോഡ്, അപ്പുറത്ത് 2 പേ ആക്കി. പക്ഷെ തിരക്കൊന്നും ഇല്ല, തീരെ തിരക്കൊന്നും ഇല്ല. അങ്ങക്കലെ മല കാണുന്നുണ്ടോ? പളനിമലയാണോ അത്? അല്ല, പണ്ട് പളനിക്കുള്ള റോഡേ അത്യാവശ്യം കുറച്ച് വളവും തിരിവുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. 4 വരിപ്പാതയുടേതായപ്പോ വളവും തിരിവില്ല, സ്ട്രെയിറ്റ് ആക്കി. അങ്ങ് അകലെ കാണുന്ന മല കാണില്ല, കൊടൈക്കനാലിലെ മലയാവും അല്ലേ? അപ്പൊ ഇത് പൊള്ളാച്ചിന്ന് ഡിണ്ടിഗലൊക്കെ പോകാനായിട്ടുള്ളൊരു വലിയൊരു ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം പഴനി കാണാം കേട്ടോ. പഴനി പോകാനായിട്ട് ഒരു ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ കൂടെ അങ്ങോട്ട് പഴനിയിലേക്ക്, പഴനീൻ്റെ അടിയിൽ കൂടെ പോകണം.
ആ സൈഡ് അവിടെ കാണാം മലയുടെ പിന്നില് മറിഞ്ഞു. ഇവിടെ ബൈപ്പാസ് വന്നു കേട്ടോ, പുതിയ റോഡ് വന്നു. അത് പളനിമലയാണ് കേട്ടോ. ആ അമ്പലം ചുറ്റിട്ടാണ് നമ്മൾ അവിടെ പോയി കയറും. അപ്പൊ അവിടെയായിരുന്നു നമ്മുടെ റോഡ് പാരലലി അല്ലേ? ആ തിരിയണ അവിടെയാണ് നമ്മളൊരു ഹോട്ടലിൽ ഊണ കഴിക്കാറ്. പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം നീണം പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ, വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ, പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴിയെ, പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. അതായിട്ടോ ഈ വഴി ഇത് എന്താ ചെയ്യണം? അതൊന്നല്ല, പനിമതിതൻ പുഴയൊഴുകും വഴിയരികിൽ. ഓക്കെ, പിന്നെ കുക്കു ഇല്ല. അല്ല, അത് വെറുതെ മ്യൂസിക്കാ. പനിമതിതൻ അല്ലല്ല, എനിക്കും കൂടി തെറ്റുക. ലിറിക്സ് കാണിക്കണം. ഒരു മിനിറ്റ്, 1 2 3 സ്റ്റാർട്ട്. പനിമതിതൻ പുഴയൊഴുകും വഴിയരികിൽ, മുകിലുകളാം കിളികളുമായി കഥ പറയാൻ, ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം, ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം, ഈ വഴി നീളെ തഴമ്പുകൾ ചെലോടെ തൂകുവതാരോ പാലൊളി പോലെ, തൂകുവതാരോ പാലൊളി പോലെ, പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ, പോരേണം നീ കൂടെ ഇനിയൊഴുകാൻ ഒരു വഴിയേ. ആ ബൈപ്പാസ് ഇവിടെ വരിക, ചുറ്റി പറഞ്ഞ ബൈപ്പാസ് പഠിക്കാൻ വരിക. ധാരാപുരം ദിണ്ടിഗൽ. അപ്പം നല്ല റോഡായിരുന്നു കേട്ടോ. എനിക്ക് മോൾക്ക് കുറച്ച് ഡ്രൈവ് ചെയ്യണമെന്ന് വെച്ചിട്ട് അവൾ വണ്ടി എടുത്തു കേട്ടോ. കുറേ ദൂരം ഓടിച്ചു. നല്ല റോഡായിരുന്നു, എങ്കിലും അധികം തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ഹൈവേ ആയിരുന്നു കേട്ടോ. അപ്പം അവൾ കുറേ ദൂരം വണ്ടി ഓടിച്ചു. പിള്ളയാർപ്പെട്ടി എന്ന് പറഞ്ഞ അമ്പലം കാരക്കുടി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കാരക്കുടി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്താണ് ചെട്ടിനാട് എന്ന് പറഞ്ഞ പ്രദേശം. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പം ചെട്ടിനാട് വിഭവങ്ങളൊക്കെ കഴിക്കാറുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഉത്ഭവം ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ആ സ്ഥലം നമ്മളിപ്പോൾ ഈ പിള്ളയാർപ്പെട്ടി ടെമ്പിളിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെയാണ് ചെട്ടിനാട് പാലസ് ഉള്ളത്. അപ്പോൾ ആ പാലസ് കാണാനായിട്ട് ഞങ്ങൾ ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഇതുപോലെ പോയപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഇപ്പോൾ സന്ദർശകരെ പണ്ട് കയറ്റിയിരുന്നു, ഇപ്പം സന്ദർശകരെയൊന്നും കയറ്റണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല, പുറമേ നിന്ന് കണ്ടു അത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ അടുത്താണ് ശിവഗംഗ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ അവിടെ നിറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ എപ്പോഴോ കേട്ടിരുന്നു മുല്ലപ്പെരിയാറിലെ വെള്ളം നമ്മൾ തമിഴ്നാട്ടിലേക്കല്ലേ കൊണ്ടുപോകണത്, ആ വെള്ളമൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് കൃഷിയുടെ ആവശ്യത്തിനായിട്ടാണ് കൊണ്ടുപോകണതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എവിടെയൊക്കെ കേട്ടിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹോട്ടലെത്തി. ഗണേഷ് മെറിഡിയൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തത്. അമ്പലത്തിന് ഒരു കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ദൂരം. നല്ല റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 3 മണി 2:30 മണിയൊക്കെ ആയപ്പോഴെത്തി കേട്ടോ. ഇനിയിപ്പം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം തന്നെ ഒന്ന് അമ്പലത്തിലേക്കൊന്ന് പോകണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പം നാളെ അമ്പലത്തിലെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. വലിയ സാധനം ഒക്കെ വയ്ക്കാൻ പറ്റിയ കബോർഡ്, പിന്നെ ലോക്കറുണ്ട്, ഇവിടെ സംഭവമുണ്ട്. ടോയ്ലറ്റ് കാണിക്കാം.